ധർമ്മസ്ഥലയിൽ ഇന്നലെ കിട്ടിയ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസി അന്വേഷിക്കണമെന്നതിൽ കൺഫ്യൂഷൻ. 1.5 വർഷം മാത്രം പഴക്കമുള്ള അസ്ഥികളാണ് കിട്ടിയത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരില്ല. അതേസമയം 7ാം ദിവസത്തെ പരിശോധന തുടങ്ങുകയും ചെയ്തു. ഹാഷ്മി, കഴിഞ്ഞ 2 ദിവസമായി സംഭവിക്കുന്നതൊക്കെയും വിചിത്രമാണ്. കാരണം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്പോട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു സ്പോട്ടിൽ, അതായത് ഇപ്പോൾ പരിശോധന നടക്കുന്ന ഈ 11ാം സ്പോട്ടിൽ തെരച്ചിൽ നടക്കുമെന്നാണ്. പക്ഷേ ഇന്നലെ അവിടേക്കല്ല തെരച്ചിൽ സംഘം പോയത്, അന്വേഷണ സംഘം പോയത്. അവർ ഇതിന് മുകളിലുള്ള ഒരു സ്പോട്ടിലേക്ക് പോവുകയും അവിടെ നിന്നാണ് 100 കണക്കിന് അസ്ഥികൾ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത് 50നും 100നും ഇടയിലുള്ള അസ്ഥികൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു അസ്ഥി, അതൊരു അസ്ഥികൂടമായി പൂർണ്ണമായും നിൽക്കുന്ന തരത്തിൽ ഉള്ള ഒരു 1.5 വർഷത്തോളം പഴക്കമുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചിരിക്കുന്നത്. അത് വലിയ കാലപ്പഴക്കമില്ലാത്തതാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അതിൽ നിന്ന് DNA ലഭിക്കും എന്നതടക്കമുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഈ അന്വേഷണ സംഘം ഇപ്പോൾ കുഴഞ്ഞിരിക്കുകയാണ്. അത് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല. പക്ഷേ അവർ കയറിപ്പോയപ്പോൾ കാണുന്നത് ഇതുപോലെ അസ്ഥികളൊക്കെയാണ്. പിന്നെ മറ്റു ശേഖരിച്ച അസ്ഥികളൊക്കെ ഇവർ തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരാളുടേതുമല്ല, രണ്ടാളുടേതുമല്ല ഈ ലഭിച്ച അസ്ഥികൾ എന്ന അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് പരിശോധിക്കാൻ ഇറങ്ങിയവരൊക്കെയും ഇത് കണ്ട് ഇന്നലെ അവർക്കും വലിയ ഞെട്ടലുണ്ടായിരുന്നു. കാരണം ഒരു അസ്ഥി കൂമ്പാരം തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനി ആരന്വേഷിക്കും? അത് ഇനിയും ധർമ്മസ്ഥല പോലീസിന്റെ പരിധിയിലേക്ക് അന്വേഷണം മാറുമോ? അതിനി ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ? അതൊക്കെ സംബന്ധിച്ച് വലിയ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ ഇപ്പോൾ 11ാമത്തെ സ്പോട്ടിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ട്.